ഒരു ഇടുക്കിയിലെ ഒരു കടുവ അതിനെ മയക്കുവെടി വെച്ചു എന്നുള്ള വാർത്തയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആഷ്മി അതിന്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രാഹുൽ ഉണ്ട് സ്കേൻ അവിടെ അതിന്റെ ആ കടുവ രാഹുൽ വിജയൻ ഉണ്ട്. ഗ്രാമ്പി എന്ന് പറയുന്ന സ്ഥലത്ത് വലിയ ആശങ്ക ഉണ്ടാക്കിയ കടുവയാണ്. ആ കടുവ പിന്നെ ഇറങ്ങി. എന്തായാലും ഇപ്പം ലാസ്റ്റ് മയക്കുവെടി വീണു. രാഹുൽ വിജയൻ, അപ്പോ ഒരു ടൈഗർ ആദ്യം ഗ്രാമ്പിയിലെ ആശങ്കയായിരുന്നു, അതിനുശേഷം വേറൊരു സ്ഥലത്തേക്ക് അത് ഇറങ്ങുന്നുണ്ട്. എന്തായാലും തൽക്കാലം അതിനെ ഒതുക്കുന്നു അല്ലേ രാഹുൽ? അശ്മി, അങ്ങനെ തന്നെയാണ്. ആദ്യ ഡോസ് മയക്കുവെടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് അങ്ങനെയാണ് വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നത്. ഡോക്ടർ അനുരാജന്റെ നേതൃത്വത്തിലുള്ള വെറ്ററിനറി ഡോക്ടർ അനുരാജന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തേക്ക് കടുവയെ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടി ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ആ മയക്കുവെടി കൊണ്ട് കടുവ ആ പ്രദേശത്ത് തന്നെ നിൽക്കുകയാണ്, അധികം ദൂരത്തേക്ക് ഓടിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നത്. അത് ആദ്യമേ കരുതിയിരുന്ന മയക്കുവെടി കൊണ്ടുകഴിഞ്ഞാൽ ആ കടുവ കൂടുതൽ ദൂരത്തേക്ക് ഓടാനുള്ള സാധ്യത ഉണ്ടാകുമെന്നുള്ളതാണ്. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടാണ് ഈ ദൗത്യ സംഘം അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. മയക്കുവെടി വെച്ചതിന് ശേഷം കടുവ പാഞ്ഞെടുക്കുകയാണെങ്കിൽ അതിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാ ക്രമീകരണങ്ങളും തോക്കുൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും അത്തരം ആശങ്കകളിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല. മയക്കുവെടി കൊണ്ടിട്ടുണ്ട്, മയങ്ങി അവിടെ വീഴാനുള്ള സാധ്യതയാണ്. കൂടുതൽ ദൂരത്തേക്കൊന്നും പോകാനുള്ള സാഹചര്യം നിലവിൽ ആ കടുവയ്ക്കില്ല, അല്ലെങ്കിൽ അതിന്റെ അത്രത്തോളം ഒരു ആരോഗ്യനിലയല്ല കടുവയ്ക്കുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ തന്നെ കിടക്കും. എല്ലാ തരത്തിലുള്ള കൂടുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് നിലവിൽ ഈ മയക്കുവെടി വെക്കുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഗ്രാമ്പിയിലാണ് ഈ കടുവ ഉണ്ടായിരുന്നത്. അവിടെ കൂടുൾപ്പെടെ സ്ഥാപിച്ച് ഈ കടുവയെ പിടികൂടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയെങ്കിലും കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഗ്രാമ്പിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ മാറിയുള്ള അരണാക്കൽ മേഖലയിലാണ് കടുവ ഇന്ന് പുലർച്ചെ എത്തുകയും നാരായണൻ എന്ന് പറയുന്ന ഒരാളുടെ പശുവിനെ പിടിക്കുകയും ചെയ്തത്. പശു ചത്തുപോവുകയും ചെയ്തു. പിന്നീട് ആ കൊന്ന പശുവിനെ തിന്നുന്നതിന് വേണ്ടിയാണ് ഈ കടുവ ഈ മേഖലയിൽ തന്നെ ചുറ്റിക്കറങ്ങി നിന്നത് എന്നുള്ളതാണ് വനംവകുപ്പ് പറഞ്ഞത്. അങ്ങനെ കൃത്യമായിട്ട് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് കടുവ എവിടെയാണ്, ഈ തേയിലക്കാട്ടിൽ എവിടെയാണ് കിടക്കുന്നതെന്ന് കൃത്യമായി കണ്ടെത്തി അങ്ങനെ അതിന്റെ ദൃശ്യങ്ങൾ പരിശോധിച്ച് ഡ്രോണിന്റെ സഹായത്തോടു കൂടി കടുവയുടെ അടുത്തേക്ക് ദൗത്യസംഘം എത്തിക്കൊണ്ടാണ് നിലവിൽ ഈ മയക്കുവെടി വെച്ചിരിക്കുന്നത്. അല്പസമയം കൊണ്ട് തന്നെ കടുവ മയങ്ങാനുള്ള സാധ്യതയും സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ കടുവ അവിടെ നിന്ന് മാറിയിട്ടില്ല. ദൗത്യസംഘം, അതായത് ഡോക്ടർമാരടങ്ങുന്ന ദൗത്യസംഘം അവിടെ തന്നെ നിൽക്കുകയാണ്. ആദ്യ ഡോസ് മയക്കുവെടി കൊടുത്തിട്ടുണ്ട്. ഇനി അത് ദൂരേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് മയങ്ങിയില്ല എങ്കിൽ മാത്രമേ അടുത്ത ഘട്ട നടപടിയിലേക്ക് പോവുക, വീണ്ടും ഒരു ഡോസ് കൂടി കൊടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് പോവുക. ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. കൂടുതൽ ഡോസ് മയക്കുവെടി വെക്കേണ്ട ആവശ്യമില്ല. നിലവിൽ ഒരു മയക്കുവെടിയിൽ തന്നെ കടുവ മയങ്ങുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളുകളായി, ആഴ്ചകളായി ഗ്രാമ്പിയിലെയും അതുപോലെ തന്നെ വണ്ടിപ്പെരിയാറിലെയും ജനവാസ മേഖലയെ വലിയ തരത്തിൽ വിറപ്പിച്ച അല്ലെങ്കിൽ ഭീതിയിലാഴ്ത്തിയ കടുവ അങ്ങനെ മയങ്ങുന്നു, മയക്കുവെടി ഏറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഒരുപക്ഷെ ഒരു താൽക്കാലിക പരിഹാരം ഈ വന്യജീവി മൃഗാക്രമണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കടുവയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു താൽക്കാലിക പരിഹാരം ഇവിടുത്തെ ജനവാസ മേഖലയിലെ ആളുകൾക്കുണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കടുവയുടെ ആരോഗ്യസ്ഥിതിയും അത്ര നല്ല രീതിയിലായിരുന്നില്ല. ഇടത്തെ കാലിലെ, അതായത് ഇടതുവശത്തെ പിൻഭാഗത്തെ കാലിന് പരിക്കേറ്റിരുന്നു. ആ പരിക്ക് വെച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ഇത് നടന്നത്. കാരണം ഇത് കൂട്ടിൽ കയറാൻ അത്ര ആരോഗ്യവാനല്ല എന്ന് കണ്ടെത്തിയതോടുകൂടിയാണ് മയക്കുവെടി വെച്ച് പിടികൂടാൻ തീരുമാനമെടുത്തത്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ കടുവയുടെ ജീവൻ ആപത്താണോ എന്ന് കരുതിക്കൊണ്ട് അത്തരമൊരു നീക്കം വേണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകണ്ട എന്ന് കരുതിയിരുന്നു. പക്ഷേ ഇത് ഭക്ഷണം കഴിക്കാതെ വന്നു, വെള്ളം കഴിക്കാതെ വന്നു, സഞ്ചരിക്കാൻ കഴിയാതെ വന്നു. അങ്ങനെ ഇതിനെ പിടികൂടി തേക്കടിയിൽ എത്തിച്ച് ചികിത്സ കൊടുക്കാനുള്ളൊരു തീരുമാനവും അത്തരമൊരു നീക്കത്തിലേക്ക് പോവുകയും വനംവകുപ്പ് ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക ഒരു സംഘത്തെ തന്നെ 2 ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള 2 ദൗത്യ സംഘത്തെ നിയോഗിച്ചത്. ആ 2 ദൗത്യ സംഘത്തിലായി 50 പേര് അടങ്ങുന്നതാണ് ആ ദൗത്യ സംഘം. അങ്ങനെ 2 ടീമുകളായി തിരിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ ദൗത്യം ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആളുകളെ വിറപ്പിച്ച, ആളുകളെ വലിയ മുൾമുരയിൽ നിർത്തിയ വളർത്തുമൃഗങ്ങളെയൊക്കെ ആക്രമിച്ച കടുവ അങ്ങനെ മയങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മേഖലയിൽ കടുവയുണ്ട്. അധിക ദൂരത്തേക്കൊന്നും പോയിട്ടില്ല. ജനവാസ മേഖലയിലുള്ള ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ കടുവ പാഞ്ഞെടുത്തില്ല, അക്രമ സ്വഭാവം കാട്ടിയില്ല എന്നുള്ളതാണ് വളരെ ആശ്വാസകരമായ കാര്യം. എങ്കിൽ കൂടിയും ഇനിയും ഈ കടുവ മയങ്ങേണ്ടതുണ്ട്. ഈ 10 മിനിറ്റ് ഏകദേശം ഈ കടുവയുടെ ഒരു രീതി അനുസരിച്ച് മയക്കുവെടി കൊണ്ടാൽ അപ്പോൾ തന്നെ മയങ്ങില്ല, ഒരു 10 മിനിറ്റെങ്കിലും എടുത്തെങ്കിൽ മാത്രമേ കടുവ മയങ്ങുകയുള്ളൂ എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. കാരണം സാധാരണ ചെറിയ ജീവികളൊക്കെ ആണെങ്കിൽ മയക്കുവെടി കൊണ്ടാൽ അപ്പോൾ തന്നെ മയങ്ങും. ചില ജീവികൾ 10 മിനിറ്റ് എടുക്കും, ചില ജീവികൾക്ക് അരമണിക്കൂറിലധികം സമയമെടുക്കും. കടുവയ്ക്ക് 10 മിനിറ്റാണ് മയങ്ങാൻ വേണ്ടി വരുന്നത്. ആ സമയം കൃത്യമായി നിരീക്ഷിച്ച ശേഷം മാത്രമായിരിക്കും ഈ സംഘം ബാക്കി അടുത്ത നടപടിയിലേക്ക്, കടുവയുടെ അടുത്തേക്ക് ചെല്ലുക, കടുവയെ വല കൊണ്ട് മൂടുക, അതിനുശേഷം അവിടെ നിന്ന് ഉയർത്തി കൂട്ടിലേക്ക് കൊണ്ടുവരിക. അത്തരം നടപടികളൊക്കെ 10 മിനിറ്റിന് ശേഷം മാത്രമായിരിക്കും. നിലവിൽ ആദ്യ ഡോസ് മയക്കുവെടി കൊടുത്തിട്ടുണ്ട്. കടുവയുടെ ആരോഗ്യ നില
അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചരിക്കാനുള്ള അതിൻ്റെ ഒരു അവശ്യ നിലയൊക്കെ പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് അത് കൂടുതൽ ദൂരത്തേക്ക് പോകില്ല, ആ മേഖലയിൽ തന്നെ ഉണ്ടാകും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ദൗത്യസംഘം തൽക്കാലത്തേക്ക് പിൻവാങ്ങുന്നു. ഒരു ദൗത്യസംഘം അവിടെയുണ്ട്. ആദ്യത്തെ മയക്കുവെടി വെച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനെ എടുത്ത് ഉയർത്തുക, മാറ്റുക എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായി നമുക്ക് എപ്പോഴായിരിക്കും നടക്കുക എന്നറിയാനുള്ളത്. എന്തായാലും ആശ്വാസകരമായ കാര്യം, കടുവയ്ക്ക് മയക്കുവെടി ഏറ്റിരിക്കുന്നു. മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടോ മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്ക് മയക്കുവെടി വെച്ചതുകൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. നിലവിൽ ഈ കടുവ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ നേരത്തെ ഇന്ന് രാവിലെ മുതൽ 7 മണി മുതൽ ഈ കടുവ ഒരു തേയിലത്തോട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്ന. തേയിലത്തോട്ടത്തിൽ, അതായത് രാവിലെ ഈ പശുവിനെ പിടികൂടിയ സ്ഥലത്തിന് തൊട്ട് ചേർന്നുള്ള തേയിലത്തോട്ടമാണ്, അവിടെ തന്നെ കിടക്കുകയായിരുന്നു. അങ്ങനെ ആ കിടന്ന സ്ഥലത്ത് കിടന്ന കിടപ്പിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് എഴുന്നേൽക്കുകയോ മാറുകയോ ഒന്നും ചെയ്തിരുന്നില്ല. ആദ്യഘട്ടത്തിൽ ഈ ദൗത്യസംഘത്തിനൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ഈ കിടക്കുന്ന കടുവയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാകുമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഇതിനെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു നടപടി ആലോചിക്കണോ എന്ന് നോക്കിയതിന് ശേഷം അത്തരമുള്ള ക്രമീകരണങ്ങൾ കൂടി ഒരുക്കിയതിന് ശേഷമാണ് ഈ കടുവയുടെ അടുത്തേക്ക് പോവുകയും മയക്കുവെടി വെക്കുകയും ചെയ്തിട്ടുള്ളത്. കടുവയെ മയക്കുവെടി വെച്ചിരിക്കുന്നു. അല്പസമയം മുൻപാണ് കടുവയെ മയക്കുവെടി വെക്കാൻ കഴിഞ്ഞത്. ഇന്ന് വളർത്തുമൃഗങ്ങളെ കൊന്നിരുന്നു. കൂടുതൽ ആശങ്കയിലേക്ക് പ്രദേശം കടന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് വനംവകുപ്പിന് കൃത്യമായി മയക്കുവെടി വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു റൗണ്ട് മയക്കുവെടി വെച്ചിട്ടുണ്ട്. നിലവിൽ കടുവ അക്രമാസക്തനല്ലാതെ മയങ്ങുന്ന ഒരു അവസ്ഥയിലാണ്. ഇനി എന്താണ് അടുത്ത നടപടി എന്നൊക്കെയുള്ളതിലേക്ക് വനംവകുപ്പ് ആലോചനകൾ നടത്തുകയാണ്.